നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ചരക്ക് കയറ്റുമതിക്ക് വലിയ തിരിച്ചടി. കൊച്ചിയിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിൽ 60% കുറവ് രേഖപ്പെടുത്തിയതായും ഈ പ്രതിസന്ധി നേരിടുന്നതിന്റെ ഭാഗമായി പച്ചക്കറികൾ മാത്രം ശേഖരിക്കുന്നതിനായി അബുദാബിയിൽ നിന്ന് ഒരു പ്രത്യേക കാർഗോ വിമാനം ഇന്ന് കൊച്ചിയിലെത്തുമെന്നും അധികൃതർ അറിയിച്ചു. സാധാരണയായി യാത്രാ വിമാനങ്ങളിലാണ് ചരക്കുകൾ കയറ്റി അയക്കാറുള്ളത്. പഴം, പച്ചക്കറി, മത്സ്യവിഭവങ്ങൾ എന്നിവയുടെ കയറ്റുമതി കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇത് കയറ്റുമതി മേഖലയ്ക്ക് കോടികളുടെ നഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. വിമാന സർവീസുകൾ മുടങ്ങിയതോടെ വ്യോമമാർഗമുള്ള കയറ്റുമതി നിലയ്ക്കുകയും ഹോർമോസ് കടലിടുക്ക് അടച്ചതോടെ കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കവും തടസ്സപ്പെടുകയും ചെയ്തതാണ് പ്രതിസന്ധിയുടെ ആഘാതം വർദ്ധിപ്പിച്ചത്. ഈ റംസാൻ കാലയളവിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി താളം തെറ്റിയത് മേഖലയിലെ വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. പ്രതിദിനം 150 ടൺ പഴം, പച്ചക്കറി വിഭവങ്ങളാണ് കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴി സാധാരണയായി കയറ്റുമതി ചെയ്തിരുന്നത്. ഇതിൽ 1/3% തിരുവനന്തപുരം വിമാനത്താവളം വഴിയായിരുന്നു. എന്നാൽ ഗൾഫ് മേഖലയിൽ സംഘർഷം രൂക്ഷമാവുകയും വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തതോടെ 1 ടൺ പോലും പിന്നീട് കയറ്റുമതി ചെയ്യാനായിട്ടില്ല. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, അതായത് സിയാൽ കാർഗോ വിഭാഗം തലവൻ സതീഷ് കുമാർ പൈ ഒരു പ്രമുഖ ചാനലിനോട് സംസാരിക്കവേ പ്രതിസന്ധി മറികടക്കാൻ ഇനിയും സമയമെടുക്കുമെന്നും പച്ചക്കറികൾ കാർഗോയിലേക്ക് എത്തിക്കുന്നതിൽ നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. പ്രധാനമായും ഗൾഫ് മേഖലയിലേക്കാണ് കേരളത്തിൽ നിന്ന് പഴം, പച്ചക്കറി വിഭവങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത്. റംസാൻ വിപണി കർഷകർക്കും കയറ്റുമതിക്കാർക്കും വലിയ സീസൺ ആയിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യം ഈ അവസരം പൂർണ്ണമായും നഷ്ടപ്പെടുത്തി. കയറ്റുമതി മുടങ്ങിയത് വലിയ നഷ്ടത്തിന് കാരണമായെന്ന് നിലവിൽ വ്യാപാരികൾ പറയുന്നു. ഒമാനിലേക്ക് മാത്രമാണ് പരിമിതമായ തോതിൽ വിമാന സർവീസുകൾ നടത്തുന്നത്. എന്നാൽ ഈ റൂട്ടിൽ വിമാന കമ്പനികൾ സാധാരണ കാർഗോ നിരക്കിന്റെ 3 ഇരട്ടിയാണ് ഈടാക്കുന്നത്. സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ കർഷകർക്കും കയറ്റുമതിക്കാർക്കും ഇനിയും വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ഇതോടെ കയറ്റുമതി ചെയ്യാനാകാത്ത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നാട്ടിൽ വിറ്റഴിക്കേണ്ടി വരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം നീളുന്ന ഈ ഒരു സാഹചര്യത്തിൽ മധ്യസ്ഥതയ്ക്ക് സന്നദ്ധത അറിയിച്ച് ചൈന. സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടാൻ ചൈന തയ്യാറാണെന്നും മിഡിൽ ഈസ്റ്റിലേക്ക് ദൗത്യ സംഘത്തെ അയക്കുമെന്നും ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യൂജിൻ വ്യക്തമാക്കി. 6ാം ദിവസവും സംഘർഷം അയവില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ചൈന മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത അറിയിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം ആക്രമണം വ്യാപിപ്പിക്കുകയും ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇറാന്റെ യുദ്ധക്കപ്പലായ ദേന US അന്തർവാഹിനി ആക്രമണത്തിൽ തകർത്തതിനെ തുടർന്ന് മേഖലയിൽ വൻ യുദ്ധഭീതി നിലനിൽക്കുകയാണ്.